എടാ ദിസ് ഈസ് ഇതിൽ എടാ ഞാൻ 29 എന്ന് പറഞ്ഞൊരു തമിഴ് പടം ഞാൻ കണ്ടു. അതിനും ഐ ആം ലിറ്റിൽ ലേറ്റ് ദിസ് പാർട്ടി. കാരണം പടം നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായ ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു ഈ ലിറ്റിൽ ഹാർട്സിന്റെ ആണെന്ന് തോന്നുന്നു. വീഡിയോ ഇട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊതുവെ റൊമാൻറ്റിക് പടങ്ങളുടെ ആളല്ല. അങ്ങനെ റൊമാൻറ്റിക് പടങ്ങൾ, ഇപ്പൊ ആക്ഷൻ പടങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ റൊമാൻറ്റിക് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. ഈ സിനിമ കണ്ടപ്പോൾ ആദ്യം എന്റെ മനസ്സിലോട്ട് ഓടി വന്ന കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ. കാരണം പടം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, ടിൻഡർ, ബമ്പിള്, ഓയോ ഇതിന്റെയൊക്കെ അതിപ്രസരം മൂത്തു നിൽക്കുന്ന കാലമല്ല പണ്ട്. അതായത് ഒരു 2009-10 ആ ഒരു ടൈപ്പിലൊക്കെ ഉള്ള കഥയാണ് ഇതിനകത്ത് പറയുന്നത്. സത്യ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, പുള്ളിക്കാരൻ 29 കഴിയാറായി 30ന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ തനിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ല, ലൈഫിൽ എന്ത് കുന്തം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ മുഞ്ചിത്തെറ്റിയിരിക്കുന്ന സമയത്ത് 21 വയസ്സുകാരിയായ വിജി എന്ന വിജയലക്ഷ്മിയെ കാണുന്നതും അവരുടെ റിലേഷൻഷിപ്പും പിന്നെ തുടർന്ന് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് പടത്തിന്റെ ഒരു ഓവറോൾ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എണ്ണി പറയാനായിട്ട് കുറച്ച് സീനുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കാണുമ്പോൾ ഒരു വെൽ കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ പഴയ 2016 ടൈമിലൊക്കെ ആയോണ്ടായിരിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ചുവന്ന കൊടിയും പച്ചക്കൊടിയും മഞ്ഞക്കൊടിയും പിടിച്ചോണ്ടിരിക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അത് ഉറപ്പിക്കാനായിട്ട് ഉള്ള പേക്കൂത്തുകൾ അത് കണ്ട് നാട്ടുകാരെ വായിരിക്കണത് കേൾക്കണം. അങ്ങനത്തെ ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ചുറ്റുമുള്ളിടത്ത് ഇതുപോലൊരു കഥ ഇന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും ഇതുപോലെയുള്ള ഒരു കഥ എന്നത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ഇതിന്റെ ആ ലേഡി ക്യാരക്ടർ എന്ന് പറയുന്ന പുള്ളിക്കാരി 21 വയസ്സാണ് ഇതിനകത്ത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ചൈൽഡിഷ്നെസ് ഒക്കെ തുടക്കത്തിൽ നമുക്കത് അറിയാൻ പറ്റും. ഓരോ സീനിലും അത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇവരുടെ ആ ഒരു ഏജ് ഡിഫറൻസിന്റെ ആ ഒരു കുറച്ച് വിഷയങ്ങളും എല്ലാം ഒക്കെ. അത് മാത്രമല്ല, ലൈക്ക് ഇവർ ഇതിനകത്ത് ആ ഒരു പ്രൊപ്പോസൽ കൈൻഡ് ഓഫ് ഒരു സീൻ പോലെയുണ്ട്. ക്യാരക്ടർ പ്രൊപ്പോസൽ ഒന്നും അല്ല, പക്ഷെ എന്നിരുന്നാലും നല്ല രസമാണ് അത് എഴുതി വെച്ചേക്കുന്നത്, എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നത് കിഴിഞ്ഞോണ്. അത് മാത്രമല്ല, എഴുതി പിടിപ്പിച്ച് വെച്ചേക്കണം പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ റൈറ്റർ രത്നകുമാറാണ്. പുള്ളിക്കാരനാണ് ലോകേഷിന്റെ വലം കൈ എഴുത്തില്. സോ പുള്ളിക്കാരന്റെ എഴുത്തുകളിലുള്ള പടയ്പ്പുകളാണ് വിക്രമും ലിയോ ഒക്കെ. താനൊന്നും ആവാത്ത ആ ഒരു ടൈമിലേക്ക് നായിക കടന്നു വരുന്നു. പിന്നെ നായികയാണ് അയാളുടെ ഫുൾ ലോകം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പം എന്റെ ഷോർട്ട് ഫിലിമിൽ ഞാൻ ചെയ്യുന്ന കൂട്ടത്തില്ല. അപ്പൊ അതിനകത്ത് ഞാൻ എഴുതിയ ഒരു ഡയലോഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അയാൾ മാത്രമല്ല ലോകം, അതിന് ചുറ്റും വേറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിന് ചുറ്റും വീണ്ടും വേറൊരു ലോകമുണ്ട്. അപ്പം ആ ഒരു ഫാന്റസിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഒരിക്കലും അയാളെ ചുറ്റിപ്പറ്റി അല്ല ലോകം ഓടണത് എന്ന് പറഞ്ഞാൽ അത് തന്നെ വേറൊരു രീതിക്ക് ഇവിടെ പറയണുണ്ട് ഈ പടത്തിനകത്ത്. അതുകൊണ്ട് ആ ഒരു എഴുത്ത് എനിക്കത് ഭയങ്കര വെൽ കണക്റ്റഡ് ആയിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ ശരിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അയാളാണ് ലോകം, അയാളാണ് ജീവിതം. അല്ലാതെ ചുറ്റും എന്തിനും നടക്കുന്ന, ചുറ്റുമുള്ള ആളുകളാ അല്ലെങ്കിൽ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്തിരുന്ന, പ്രശ്നങ്ങൾ എന്തിരുന്ന ഒന്നുമില്ല. ഫുൾ ആ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി മാത്രമാണ്. അപ്പം ഇവിടെയും അതുപോലെയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഉള്ള തുടർന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്തൊക്കെ പറഞ്ഞു പോകുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് ലൈക്ക് ഒരു പർട്ടിക്കുലർ ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു സീനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എഴുതി പിടിപ്പിച്ച ഞാൻ പറഞ്ഞ എണ്ണം പറഞ്ഞ കുറച്ച് സീനുകളിൽ പടം മൊത്തത്തിൽ നല്ല പടമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എണ്ണം പറഞ്ഞ കുറച്ച് സീനുകളിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ഒരു സീനായിരുന്നു അത്. സാധാരണ നേരെ തിരിച്ചാണ് പറഞ്ഞത്. അത് എന്തെന്നുള്ളത് നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ലെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, സാറിന് നേരെ തിരിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എനിക്ക് കൊള്ളാം. എനിക്കൊരു പുതുമയായിട്ട് തോന്നി. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ഇത് ഇറങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്ക് ശേഷമാണ് കറുപ്പ് വന്നത്. പിന്നെ ആ ഒരു അണ്ണന്റെ അൺഎക്സ്പെക്റ്റഡ് റിട്ടേണില് ഇതങ്ങ് മുങ്ങിപ്പോയി. എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. അതിലോട്ട് ഞാൻ പിന്നീട് വരാം, കാരണം അത് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ വേറെ ഉണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതിലെ എഴുത്ത് എന്ന് വെച്ചാൽ കൊള്ളാം. ലൈക്ക് അത് പോർട്രേ ചെയ്തിരിക്കുന്ന രീതി, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ നായികയുടെ ഇൻട്രോ സമയത്ത് ലൈക്ക് അവര് ആ ഒരു നായകന്റെ ക്യാരക്ടർ നായിക വർണ്ണിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നുവെച്ചാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വേണം അത് എഴുതാൻ. അതാണ് അതിന്റെ ഒരു രീതി. ഓഫ് ദ ടോപ്പിക് ആണ്, എന്നിരുന്നാലും പറയാം. കണ്ട കിഴങ്ങന്മാര് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് പടം പൂർണ്ണമായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാലും കണ്ടുപോകും. കാരണം നമ്മൾ ഫീഡ് അടിച്ചടിച്ച് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, പെദ്ദിയിൽ ഇതുപോലെ ഒരു കൈൻഡ് ഓഫ് സീനുണ്ട്. ഞാൻ പടം കണ്ടിട്ടില്ല, ഞാൻ ആ ഒരു പർട്ടിക്കുലർ സീന് മാത്രമേ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ
നായകൻ നായികയെ വർണ്ണിക്കുന്ന സീനാണ്. ആദ്യം എഡിറ്ററിന്റെ കെണ്ടക്കിട്ട് വേണം അടിച്ചു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നായികയെ വർണ്ണിക്കുന്ന സീനിൽ രാം ചരൺ ഇങ്ങനെ പറയണുണ്ടോ, ഇങ്ങനെയാണ്, ഇതുപോലെയാണ് അവളുടെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ നായികരെ വേറെ കാണിക്കും. അതുപോലെ നായകൻ എന്ന് പറയുമ്പോൾ നായികരെ വേറെ കാണിക്കും. എന്തോന്നടേ ഇതൊക്കെ. അത് വെച്ച് നോക്കുമ്പോൾ ദാ ഈ പടം കാണണം എന്ന് പറഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എഴുത്തില് ഈ പടം നൈസാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണോന്ന് ചോദിച്ചാൽ അല്ല. പെദ്ദി വിട്, പെദ്ദിയിലോട്ടൊക്കെ ഞാൻ ഈ പടം കണ്ടിട്ട് പത്ത് പറയാനുള്ളത് തന്നെ അതിനെ പറ്റിയിട്ട്. ഓക്കെ, സോ അവസാനം ടുവേർഡ്സ് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴാണെങ്കിൽ പോലും അവിടെ എന്ന് പറഞ്ഞാൽ ലൈക്ക് എനിക്ക് ഗ്രാഫ് കുറച്ച് ഇടിഞ്ഞതുപോലെയൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ലൈക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നല്ലൊരു എന്തുവാ ഒരു ഹൈ എന്ന് പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഫ്ലോ അങ്ങ് കുത്തനെ അങ്ങ് ഇടിഞ്ഞതുപോലെ എനിക്ക് തോന്നിപ്പോയി. എന്നാലും അവസാനത്തെ ആ ഒരു ഇപ്പം പടത്തിലെ എൻഡിങ് കൊള്ളാം. എന്നാലും ഞാൻ വിചാരിച്ചിരുന്നു കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അങ്ങനെ ഇന്നലെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിയാൻ കഴിഞ്ഞത്. ലൈക്ക് അത് മാത്രമല്ല യൂട്യൂബിൽ ബാക്കിയുണ്ട് എന്നുള്ളത്. ഇത് ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ടാണ്. 10 ചാപ്റ്റർ ഇപ്പൊ നമ്മൾ പടത്തിലുണ്ട്, അല്ലാതെ 11ാമത്തെ ചാപ്റ്റർ ആണ് ലൈക്ക് യൂട്യൂബിലുള്ളത്. മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ എന്റെ അഭിപ്രായമായിരിക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, നിങ്ങൾക്ക് ഇതുപോലെ ഒരു മോശം പടമായിരിക്കും, ചിലർക്ക് നല്ല പടമായിരിക്കും. എനിക്കിത് നല്ല പടമാണ്, പക്ഷേ എന്തുവാ അങ്ങനെ ഗംഭീരം എന്നൊന്നും ഞാൻ പറയാനില്ല. നല്ലൊരു സിനിമ, ഡീസന്റ് വാച്ച് എന്നൊന്നും അല്ല, അതിനെക്കാട്ടി മേലെ നിൽക്കുന്ന ഒരു പടമാണ്. അത് ഞാൻ പറയാൻ വിട്ട വേറൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറയുന്നത് അത് കാർത്തിക് സുബ്രാജും ലോകേഷ് കനകരാജുമാണ്. അത് മാത്രമല്ല 2010 ആ ഒരു ടൈമിലായതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ലൈക്ക് എന്തുവാ മൈൻഡിൽ വന്നു. ഫോർ എക്സാമ്പിൾ റീചാർജ് ചെയ്യണം, മറ്റേ കൂപ്പൺ ഉണ്ടല്ലോ, മറ്റേ 10 രൂപയൊക്കെ പണ്ട് അതൊക്കെ ആയിരുന്നു ചുരണ്ടി. എന്നിട്ട് അത് മാത്രമല്ല, എന്നിട്ട് ലാസ്റ്റ് അവസാനം ഒരക്കോ രണ്ടക്കോ വല്ലതും മാറ്റിയും തിരിച്ചൊക്കെ നമ്മൾ ചെയ്ത് നോക്കും റീചാർജ് ആവണമെങ്കിൽ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് പണ്ടത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. നൈസായിരുന്നത്. വേറൊരു കേസ് ഈ പടത്തിലെ നായകൻ. ഞാൻ ഈ പടം കണ്ടോണ്ടിരുന്നപ്പോഴേ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ല എന്ന് വെച്ചാൽ അങ്ങോട്ട് കിട്ടണില്ല. പിന്നീട് ഞാൻ ഇൻസ്റ്റയിൽ നോക്കി വന്നപ്പോഴാണ് ലൈക്ക് പുള്ളിക്കാരന്റെ പടങ്ങൾ കാണിച്ചേക്കണം. മുന്നേ മറ്റേ ഇതിലുണ്ടായിരുന്നു റെട്രോയിൽ, അതിലൊരുമാതിരി കിളിപോയ ഒരു വില്ലനായിരുന്നു. പിന്നെ ജിഗർദണ്ഡ ഡബിൾ എക്സിലും ഉണ്ടായിരുന്നു. ഞാൻ നോക്കി എവിടെ കണ്ട് നല്ല പരിചയം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നടി പ്രീതി അസ്രാനി, അങ്ങനെ എന്തോ ആണ് പേര്. പുള്ളിക്കാരിയുടെ അവസാനത്തെ 1-2 പടങ്ങൾ, കുറച്ച് പടം ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവസാനത്തെ ഇത് 1-2 വെച്ച് നോക്കുമ്പോൾ ഇതിലെ കൊള്ളാം. ഇതിലെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, വിജി എന്ന് പറഞ്ഞ ക്യാരക്ടർ നൈസ് ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് 29 മൂവി ഫ്രം മൈ സൈഡ്.